ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും നിജോസ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെ ഇരിക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് നിങ്ങളുടെ മൗത്ത്, നിങ്ങളുടെ കാല്, വയറ്, ഈ 3 ശരീരഭാഗങ്ങളിലും ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ ഭയങ്കര വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ ചാൻസ് ഉള്ള 3 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണവും ഇല്ലാതെയും പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതുപോലെ പ്രഗ്നൻസി ഡിറ്റക്ട് ചെയ്തിട്ട് ഏകദേശം ഫസ്റ്റ് സ്കാനിങ്ങിന്റെ അടുത്തെത്തുമ്പോഴേക്കും പ്രഗ്നൻസി ലക്ഷണങ്ങൾ വിസിബിൾ ആയി പോകുന്ന ആളുകളും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന പ്രഗ്നൻസി ലക്ഷണം നിങ്ങൾക്ക് കാണുന്നില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. എക്സ്പെക്റ്റഡ് പീരിയഡ് ഡേറ്റിൽ ബ്ലീഡിങ് വരുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ ആ പോകുന്ന ബ്ലഡിന്റെ അളവ് എത്രത്തോളമാണെന്നുള്ള കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. ചില ആളുകൾക്ക് ലൈറ്റ് ആയിട്ടുള്ള സ്പോട്ടിങ്ങോ ബ്ലീഡിങ്ങോ ഉണ്ടായതിനു ശേഷവും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പോകുന്ന രക്തത്തിന്റെ അളവ് കുറവാണെങ്കിൽ അപ്പോഴും നിങ്ങൾ ആ ബ്ലീഡിംഗ് ഒന്ന് നിന്നതിന് ശേഷം കാർഡിനൽ ടെസ്റ്റോ ബ്ലഡ് ടെസ്റ്റോ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും ആദ്യത്തെ ഒരു പാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ മൗത്താണ്. ഇംപ്ലാന്റേഷൻ നടക്കുന്നതിന്റെ ഭാഗമായിട്ടും ഹോർമോൺസ് ഇൻക്രീസ് ആവുന്നതിന്റെ ഭാഗമായിട്ടും പലർക്കും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വ്യത്യാസം വായിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ചിലർക്ക് ഒരു കൊയിൻ എടുത്ത് കടിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിന്റെ ഒരു സ്പൂൺ നമ്മുടെ വായിലൊന്ന് തട്ടിക്കഴിഞ്ഞാലോ നമുക്കുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാകും. അതായത് ഒരു മെറ്റാലിക് ടേസ്റ്റ് വായിൽ വരും. ഈ ടേസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരാനായിട്ട് തുടങ്ങും. പ്രഗ്നൻസി പോസിറ്റീവ് ആകുമ്പോൾ പലർക്കും ഉണ്ടാവുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ് ഇത്തരത്തിലൊരു മെറ്റാലിക് ടേസ്റ്റ് നിങ്ങൾക്ക് വായിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതുണ്ടാകുന്ന സമയത്ത് നമുക്ക് വായിൽ കൂടുതലായിട്ടും വെള്ളം വരാനായിട്ട് ചാൻസ് ഉണ്ട്. ഉമിനീരിന്റെ അളവ് കൂടാനായിട്ടും ചാൻസ് ഉണ്ട്. ആ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതും അതുപോലെ ഹോർമോൺസിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തെയും നിങ്ങൾക്ക് ഇതിന്റെ റീസൺ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് പേർക്ക് പ്രഗ്നൻസി പോസിറ്റീവ് ആവുന്ന സമയത്ത് തന്നെ ഈ ഒരു ലക്ഷണം കാണാറുണ്ട്. അപ്പോൾ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് നെഗറ്റീവ് ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മെറ്റാലിക് ടേസ്റ്റ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാരണം മറ്റേതെങ്കിലും ഹെൽത്ത് കണ്ടീഷൻ നിങ്ങൾക്കുണ്ടെങ്കിലും ഈ ഒരു തരത്തിലുള്ള ലക്ഷണം നിങ്ങൾക്ക് ഉണ്ടാകാം. അതായത് അനിമിയ പോലുള്ള സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ മറ്റുള്ള ഏതെങ്കിലും ഹോർമോണൽ ഇംബാലൻസസ് ശരീരത്തിലുണ്ടെങ്കിലോ ഈ ഒരു തരത്തിലെ വ്യത്യാസം നിങ്ങൾക്ക് മെറ്റാലിക് ടേസ്റ്റ് നിങ്ങൾക്ക് വായയിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ കാലിനുണ്ടാവുന്ന വേദനയാണ്. ഇംപ്ലാന്റേഷൻ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ പലർക്കും കാലിലെ അതികഠിനമായിട്ടുള്ള വേദന അനുഭവപ്പെടാറുണ്ട്. ഒരുപാട് നേരം നിൽക്കാൻ പറ്റാത്ത അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട് പലർക്കും. അതുപോലെ തന്നെ ഉപ്പൂറ്റിയുടെ ഭാഗത്തും പലർക്കും വേദന അനുഭവപ്പെടാറുണ്ട്. അതുപോലെ നമ്മുടെ മുട്ടിന്റെ പോർഷനിലും നിങ്ങൾക്ക് വേദന അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഈ തൊടയുടെ അവിടെ നിന്ന് നേരെ കീഴ്പോട്ടേക്കുള്ള ഭാഗത്ത് നിങ്ങൾക്ക് പലർക്കും ഇംപ്ലാന്റേഷൻ പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ അസ്വസ്ഥതയും വേദനയും ഒക്കെ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. പലർക്കും ഉണ്ടാകുന്നത് ആ ഒരു മുട്ടുവേദന അനുഭവപ്പെടുന്നത് നമ്മുടെ ജോയിൻസ് ഒക്കെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ടും അതൊക്കെ ഒന്ന് എക്സ്പാൻഡ് ആവാൻ വേണ്ടിയിട്ടും ശരീരത്തിൽ റിലാക്സിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ പുറപ്പെടുവിക്കുന്നത് കൊണ്ടാണ്. റിലാക്സിൻ ഹോർമോൺ കൂടിക്കഴിഞ്ഞാൽ എല്ലാ ജോയിൻസിലും നിങ്ങൾക്ക് ചെറുതായിട്ട് വേദന അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. നമുക്ക് ഉപ്പൂറ്റി വേദന ഉണ്ടാകുന്നത് നമ്മളിൽ ഉണ്ടാകുന്ന ഹോർമോൺ ചേഞ്ചസ് കൊണ്ടാണ്. പലർക്കും ഉപ്പൂറ്റി വേദന ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഫീഡിങ് ആയി കഴിയുന്ന സമയത്തോ ഡെലിവറി കഴിയുന്ന സമയത്തോ ഒക്കെ ആയിരിക്കും നമുക്ക് ആ ഒരു വേദനയ്ക്ക് ഒരു ശമനം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ബോഡിയെ ഒന്നുകൂടി ടയേർഡ് ആക്കാതെ നിങ്ങൾ റെസ്റ്റ് കൊടുക്കേണ്ട സമയത്ത് റെസ്റ്റ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഉപ്പൂറ്റി വേദനയൊക്കെ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എക്സസൈസുകൾ നിങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ കാൽപാദത്തിൽ നിങ്ങൾ അതിന് കംഫർട്ടബിൾ ആയിട്ടുള്ള വീട്ടിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ചെരുപ്പുകളോ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് സോക്സോ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഉറങ്ങുക. അതുപോലെ ചൂടായിട്ടുള്ള ഉപ്പുവെള്ളത്തിൽ കാലിറക്കി വെക്കുന്നതും നിങ്ങൾക്കൊരു കംഫർട്ടബിൾ ആവാനായിട്ട് അത് സഹായിക്കും കേട്ടോ. നിങ്ങൾ പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ ഒരു വേദന നിങ്ങൾക്കുണ്ടെങ്കിൽ ഡോക്ടറോട് പറയാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം വിറ്റമിൻ ഇയുടെ സപ്ലിമെന്റ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിലോ മറ്റുള്ള വിറ്റമിൻ മെഡിസിൻസ് നിങ്ങൾ എടുക്കുകയാണെങ്കിലോ ഈ ഒരു വേദനയെ ഒരു പരിധി വരെ നിയന്ത്രിച്ചു കൊണ്ടുപോകാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. ഭയങ്കര വിയേർഡായിട്ട് നമുക്ക് തോന്നാം ഈ 2 ലക്ഷണവും, പക്ഷേ പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന ഒരുപാട് പേർക്ക് ഉണ്ടാവുന്നതാണ് കേട്ടോ ഈ 2 ലക്ഷണവും. അടുത്ത ബുദ്ധിമുട്ട് നമുക്കുണ്ടാകുന്നത് നമ്മുടെ സ്റ്റൊമക്കിലാണ്. പ്രഗ്നൻസി പോസിറ്റീവ് ആയി കഴിഞ്ഞാൽ ഒരു സ്ത്രീക്ക് പലതരത്തിലുള്ള വേദനയും ഡിസ്കംഫർട്ടും ഒക്കെ സ്റ്റൊമക്കിൽ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. യൂട്രസ് എക്സ്പാൻഡ് ആവുന്നതിന്റെ ഭാഗമായിട്ടാണ് പല വേദനകളും നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. ഞാൻ ഈ പറയുന്ന ഈ ഒരു ഡിസ്കംഫർട്ടും നിങ്ങൾക്ക് ഉണ്ടാകുന്നത് യൂട്രസ് എക്സ്പാൻഡ് ആവുന്നത് കൊണ്ടാണ്. ഇതാണ് നമുക്ക് വയറിനുണ്ടാവുന്ന ചൊറിച്ചിൽ. പ്രഗ്നൻസി പോസിറ്റീവ് ആകുന്ന പലർക്കും വയറിൽ ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രഗ്നൻസിയിലായിരിക്കും നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ടമ്മിയുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ, അതായത് ഒരുപാട് വയറ് ചാടിയിട്ടല്ലാത്ത ആളുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ആളുകൾക്കും ഈ ഒരു വ്യത്യാസം എളുപ്പത്തിൽ ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ തിരിച്ചറിയാനായിട്ട് സാധിക്കും.
യൂട്രസിന്റെ ഒരു ഇമേജോ വീഡിയോയോ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. വളരെ ചെറുതാണ് നമ്മുടെ യൂട്രസ്. ഇതിനകത്ത് എംബ്രിയോ അറ്റാച്ച് ആയിട്ട് അത് വളരാൻ തുടങ്ങുമ്പോഴേക്കും, എസ്പെഷ്യലി നിങ്ങളുടെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ, അതിന് ചുറ്റുമുള്ള ബാക്കിയുള്ള മസിൽസ് ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാനായിട്ട് തുടങ്ങും. ഇത് വികസിക്കാനായിട്ട് തുടങ്ങുമ്പോഴേക്കും നമ്മുടെ അവിടെയുള്ള ഒരു എല്ലാ ഭാഗങ്ങളും അതിനനുസരിച്ചിട്ട്, കാരണം അതിന് വളരാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള എല്ലാ ഭാഗങ്ങളും വികസിക്കാനായിട്ട് തുടങ്ങും. ഇതിങ്ങനെ എക്സ്പാൻഡ് ആകുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സ്കിന്ന് വലിയാനായിട്ട് തുടങ്ങും. അതിന്റെ ഭാഗമായി നിങ്ങൾക്ക് ആ ഒരു പൊക്കിളിന് ചുറ്റുമുള്ള എല്ലാ പോർഷനിലും ചൊറിച്ചിൽ അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട്. സ്കിന്ന് എക്സ്പാൻഡ് ആകുമ്പോഴാണ് നിങ്ങൾക്ക് ചൊറിച്ചിൽ ഉണ്ടാകുന്നത്. അതുപോലെ ഡ്രൈ സ്കിൻ ഉണ്ടാകുമ്പോഴും നിങ്ങൾക്ക് ചൊറിച്ചിൽ ഉണ്ടാകും. എക്സ്പാൻഷൻ ഉണ്ടാകുമ്പോഴാണ് ഡ്രൈ സ്കിന്നും ഇച്ചിങ്ങും നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് കേട്ടോ. ഇതും പലർക്കും വിയേർഡായിട്ട് തോന്നുന്നതും എന്നാൽ പ്രഗ്നൻസി സമയത്ത് വളരെ കോമൺ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു പ്രഗ്നൻസി ലക്ഷണമാണ്. ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് നമ്മൾ ഓവറായിട്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വയറിൽ ചെറുതായിട്ട് കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതോ നല്ല മോയ്സ്ചറൈസർ ഇടുന്നതോ നമ്മുടെ ഒരു സ്കിന്നിനെ കൂടുതൽ ഓയിലി ആക്കി വെക്കുന്നതും നിങ്ങൾക്ക് ചൊറിച്ചിലുണ്ടാകുന്നതിനെ ഒരു പരിധി വരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. ഓയിലി ആയി കഴിഞ്ഞാൽ അതിനെ എളുപ്പത്തിൽ എക്സ്പാൻഡ് ആവാനായിട്ടുള്ള, അത് സ്കിന്ന് ഒരുപാട് വലിയാതിരിക്കാൻ വേണ്ടിയിട്ട് അത് നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ചൊറിച്ചിൽ നിങ്ങൾക്ക് വയറിൽ മാത്രമല്ല ബ്രസ്റ്റിലും നിങ്ങൾക്ക് അനുഭവപ്പെടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും കൂടാതെ ഒരുപാട് സ്റ്റൊമക്കിൽ ചേഞ്ചസ് നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ദിജൂസ് വേൾഡ് ഏർലി പ്രഗ്നൻസി സ്റ്റൊമക് ചേഞ്ചസ് എന്ന് യൂട്യൂബിന്റെ സെർച്ച് ബാറിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതിയായിരിക്കും കേട്ടോ. ഒരുപാട് വേദനകൾ അതിൽ റിലേറ്റഡ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വയറിൽ ഇതുപോലെ അസ്വസ്ഥതകൾ വന്നിട്ടും നിങ്ങൾ കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കാണണം. അസ്വസ്ഥത അൺയൂഷ്വൽ ആയിട്ട് എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഡോക്ടറോട് പറയണം. കാരണം ഡയബറ്റീസ് ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടോ മറ്റുള്ള എന്തെങ്കിലും അസ്വസ്ഥതകൾ ശരീരത്തിൽ ഉണ്ടാകുന്നതിന്റെ ഭാഗമായിട്ടോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ചൊറിച്ചിലുണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് റീസൺ എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതല്ലാതെ ഞാൻ ഈ പറയുന്ന ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിലോ നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മെഡിസിനോ അല്ലെങ്കിൽ പെയിൻ കില്ലേഴ്സോ മേടിച്ച് ഉപയോഗിക്കാതിരിക്കുക കേട്ടോ. പെയിൻ കില്ലേഴ്സ് കാലുവേദനയ്ക്ക് വരുമ്പോഴേക്കും ഉപയോഗിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് നമ്മളുടെ ശരീരത്തിൽ നല്ലതല്ല. നമ്മൾ എന്തെങ്കിലും മെഡിസിൻസ് പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രഗ്നന്റ് ആകുന്ന സമയത്തോ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് മസ്റ്റ് ആയിട്ട് ഡോക്ടറോട് നിങ്ങൾ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് യാതൊരു തരത്തിലുള്ള മെഡിസിൻസ് നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.